മുണ്ടക്കൈ ശൂരൽമല പുനരധിവാസത്തിന് പ്രത്യേക സമിതി സർക്കാർ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 16 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടറും ടൗൺ പ്ലാനറും സംഘത്തിലുണ്ട്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടത് പ്രത്യേക സംഘമാണ്. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊപ്പം തന്നെ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാർ തന്നെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 16 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇതിൽ വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കളക്ടറും ടൗൺ പ്ലാനർ അടക്കമുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചീഫ് സെക്രട്ടറി, ചെയർപേഴ്സൺ, ഒപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ ഇതിന്റെ മെമ്പർമാരായി ഈ സമിതിയിലുണ്ട്. ചീഫ് ടൗൺ പ്ലാനറായിട്ടും ഒപ്പം തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റിയായി സീനിയർ പ്രോജക്ട് പ്രതിനിധിയും ഈ സമിതിയിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ വയനാട് പുനരധിവാസമായതുകൊണ്ട് തന്നെ വയനാട് ജില്ലാ കളക്ടറെ ജോയിന്റ് കൺവീനറായും ഈ സമിതിയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ സമിതിയായിരിക്കും ഇവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കേണ്ടതും ഈ സമിതി തന്നെയാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും കേന്ദ്ര സഹായം അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പലിശരഹിത വായ്പയടക്കം കേന്ദ്രം നൽകുന്ന പശ്ചാത്തലത്തിൽ ആ തുകയടക്കം എങ്ങനെ വിനിയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ പദ്ധതി നടപ്പിലാക്കണം, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുമായി എങ്ങനെ കൂടിയാലോചിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അടിയന്തരമായി തന്നെ സർക്കാർ ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി സമിതി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഉടൻ വരും ദിവസങ്ങളിൽ തന്നെ ഈ സമിതി യോഗം ചേർന്ന് മറ്റ് നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. വിഷ്ണു, ശരി. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.